PENSCURE CLIENTELE. ഇതിൽ ഇത് ഈ യൂട്യൂബ് ചാനലിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുക. സിമ്പിളായിട്ട് നമ്മൾ പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെന്നാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ചാനലിൻ്റെ പേരായ PENSCURE CLIENTELE എന്ന് പറഞ്ഞ ചാനൽ ലോഗിൻ ചെയ്തു. ഓൾറെഡി ലോഗിൻ ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ നിന്ന് നമ്മൾ എടുത്തിട്ട് യുവർ ചാനൽ പോവുക. യുവർ ചാനലിന് യൂട്യൂബ് സ്റ്റുഡിയോയിലേക്ക് പോവുക. അതിനുശേഷം നമ്മൾ എവിടെ നിന്നെങ്കിലും എടുത്തു വെച്ചിരിക്കുന്ന ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ തീരുമാനിച്ചു. നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു. ഇതാണ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സുള്ള കീ. ഓക്കെ, നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു. വീഡിയോ സെലക്ട് ചെയ്യുന്നു. നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ച വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു. അപ്ലോഡ് ചെയ്യാനും അത് പ്രോസസ് ചെയ്യപ്പെടാനും ഒരു സമയമുണ്ട്. നമ്മൾ ആ സമയം കൊടുക്കണം. പ്രോസസ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ പിന്നെ വേറെ സ്റ്റെപ്പിലേക്ക് കിടക്കുന്നതാണ് നല്ലത്. കാരണം ചില വീഡിയോസുകൾ കോപ്പിറൈറ്റ് ഇഷ്യൂ ഒക്കെ ബാക്കി എന്തെങ്കിലും ലോങ് സ്റ്റുഡിയോയുടെ കാരണങ്ങൾ കണ്ടോ ചില വീഡിയോസ് ചില വീഡിയോസ് അത് ഓൾറെഡി അത് ലാപ്സ് ആകാൻ അല്ലെങ്കിൽ അക്കൗണ്ടന്റ് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ പ്രോസസ് ചെയ്തത് ശേഷം മാത്രമേ നമ്മൾ ബാക്കി സ്റ്റെപ്പിലേക്ക് കിടക്കാവുള്ളൂ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പറഞ്ഞു പോകാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീഡിയോയ്ക്ക് ടൈറ്റിൽ വേണം. അപ്പം വീഡിയോയ്ക്ക് ടൈറ്റിൽ വേണ്ടിയ വീഡിയോയ്ക്ക് ടൈറ്റിൽ വേണം. ഇപ്പം ഈ വീഡിയോ എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ ഇതിപ്പം ഹൗ ടു ഗെറ്റ് എ റീയൂസ്ഡ് വീഡിയോ ഫോർ യൂട്യൂബിൽ നിന്ന് റീയൂസ്ഡ് വീഡിയോ എങ്ങനെ എടുക്കാം എന്നതാണ് ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നത്. അപ്പം ഞാൻ ആ ടൈറ്റിൽ തന്നെ ഓൾറെഡി അത് കൊടുത്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് ഇനി നമുക്കത് മാറ്റേണ്ട ആവശ്യമില്ല. 95% പ്രോസസ്ഡ് ആയി. അപ്പം ആ വീഡിയോ ഫുള്ള് ഇപ്പം പ്രോസസ്ഡ് ആയി. അപ്പം നമ്മൾ ടൈറ്റിൽ കൊടുക്കുന്നു. ടൈറ്റിൽ നമുക്ക് നമ്മൾ എന്തിനെ കുറിച്ചാണ് വീഡിയോ, ആ വീഡിയോയിലായിട്ട് ബന്ധപ്പെട്ട ടൈറ്റിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പം ഇതിൽ ഹൗ ടു ഗെറ്റ് എ റീയൂസ്ഡ് വീഡിയോ ഫോർ യൂട്യൂബ്, അതിൻ്റെ കൂടെ നമുക്കൊരു സ്പെസിഫിക്കേഷന് വേണ്ടി, നമ്മുടെ ചാനലിൻ്റെ ഒരു സ്പെസിഫിക്കേഷന് വേണ്ടി നമ്മൾ ചാനലിൻ്റെ പേരും കൂടെ ഒന്ന് കൊടുത്തെടുക്കുക. ഓക്കെ, അപ്പം നമ്മൾ ആദ്യമേ ടൈറ്റിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇനിയുള്ളത് ഡിസ്ക്രിപ്ഷനാണ്. ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഈ ചാനലിൻ്റെ കാര്യങ്ങൾ എന്താണ്, അതേക്കുറിച്ചൊക്കെ പറയുക. ഇപ്പം ഡിസ്ക്രിപ്ഷൻ അത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് ഐഡിയോ, ചാനലിൻ്റെ ഫേസ്ബുക്ക് ഐഡിയോ, ഇപ്പം ഐഡിയ എന്റർപ്രണർ ആണെങ്കിൽ അവർക്കും ഫേസ്ബുക്ക് ഐഡിയ കാണും. അതുപോലെ ചാനലിന് ഫേസ്ബുക്ക് ഐഡിയ കാണും. പിന്നെ യൂട്യൂബ് ലിങ്ക് ഒക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ്. കാരണം ഈ ചാനൽ നമ്മൾ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് സ്വാഭാവികമായിട്ടും ഇതൊക്കെ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമാണ്. ഞാൻ ഓൾറെഡി ഡിസ്ക്രിപ്ഷൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ ഡിസ്ക്രിപ്ഷൻ എടുത്തിട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നു. ഇനിയുള്ളത് തംബ്നെയിൽ നമുക്ക് ക്രിയേറ്റ് തംബ്നെയിൽ ഓൾറെഡി നമ്മൾക്ക് ഒരു തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുക വെച്ചാൽ നേരത്തെ എടുത്ത ഒരു ഫോട്ടോയിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ചാനലുമായിട്ട് ബന്ധപ്പെട്ട
ഒരു നമ്മുടെ ചാനലുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ചാനലിന്റെ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും തമ്മിലായിട്ട് കൊടുക്കേണ്ടത്. അത് വീഡിയോയുടെ ഹെഡിങ്ങോ ഈ ടൈറ്റിലോ ഹെഡിങ്ങോ ഒക്കെ നമുക്ക് തമ്മിലിൽ നമുക്ക് ഉൾപ്പെടുത്താം. തമ്മിൽ ഒരു ഫോട്ടോ ഒരു കവർ ഫോട്ടോ ആണ് ഉദ്ദേശിക്കുന്നത്. തമ്മിൽ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ വെരിഫൈ ചെയ്യണം. അതായത് നമ്മുടെ ഫോൺ നമ്പരോ അല്ലെങ്കിൽ ഈ ഫോൺ നമ്പരോ ഒക്കെ ആയിട്ട് വെരിഫൈ ചെയ്യണം. ഈ വീഡിയോ ഈ യൂട്യൂബ് ചാനൽ വെരിഫൈ ചെയ്യണം. അപ്പം ഈ പറയുന്ന നമ്പറിലേക്ക് വെരിഫിക്കേഷൻ കോഡ് വരും. അപ്പോൾ വെരിഫിക്കേഷൻ കോഡ് കിട്ടിയിരിക്കുകയാണ്. വെരിഫിക്കേഷൻ കോഡ് നമ്മൾ എൻ്റർ ചെയ്യുന്നു. നമ്മുടെ ചാനൽ വെരിഫൈ ആയിരിക്കുകയാണ്. നമ്മൾ തംബ്നെയിൽ കൊടുക്കുന്നു. തംബ്നെയിലിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയർ ഞാനിപ്പോൾ പറഞ്ഞുതരാം. തംബ്നെയിൽ കൊടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ ഒരു ലോഗോ ഒക്കെ കൊടുക്കുന്നത് നന്നായിരിക്കും. ഇതായിരുന്നു Byfunky എന്നൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ അത് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കാം. തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. നമ്മുടെ ക്രിയേറ്റീവ് അനുസരിച്ച് തംബ്നെയിലിന്റെ ഫോട്ടോകൾ മാറ്റി മാറ്റി ഉപയോഗിക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി ഓഡിയൻസിലേക്കാണ് പോകുന്നത്. ഇനി ഓഡിയൻസിൽ നിലവിൽ പിള്ളേർക്ക് വേണ്ടി മാത്രമൊക്കെ ഉള്ളതാണെങ്കിൽ, വലിയ പിള്ളേർ കണ്ടതല്ലെങ്കിൽ ഇറ്റ് ഈസ് ഫോർ കിഡ്സ് എന്ന് ഉപയോഗിക്കാം. അല്ല ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇറ്റ് ഈസ് നോട്ട് ഫോർ കിഡ്സ് എന്നാണ്. അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് റെസ്ട്രിക്ഷൻസ് വരും, ആൾക്കാരെ കാണുന്നത് കുറയും. ഏജ് റെസ്ട്രിക്ഷൻസ് കൊടുക്കുക. നോ ഡോണ്ട് റെസ്ട്രിക്ട് മൈ വീഡിയോ ടു വ്യൂവേഴ്സ് ഓവർ 18. പെയ്ഡ് പ്രൊമോഷൻ നമ്മളൊരു ഈ ചാനലിന്റെ പ്രൊമോഷന് വേണ്ടിയൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം അത് ടിക്ക് ചെയ്യുക. ടാഗുകൾ എടുക്കുക. അപ്പം നമ്മൾ ടാഗുകൾ എടുക്കുമ്പോൾ നമുക്ക് നേരത്തെ ഇതേ ടൈപ്പ് വീഡിയോസുമായിട്ട് ബന്ധപ്പെട്ട ടാഗുകൾ നമ്മൾ എടുക്കാം. അതിൽ പല കാര്യങ്ങളുണ്ടെന്ന് കീവേഡ് പ്ലാനർ ഉണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ അത് പെയ്ഡ് ആയിരിക്കാം അപ്പം ആ സോഫ്റ്റ്വെയർ. അപ്പം നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ടാഗ് ഉണ്ട്, ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് ഗൂഗിൾ പ്ലേ സ്റ്റോറിലാണ്. ആ ആപ്ലിക്കേഷൻ നമ്മൾ എടുക്കുക.
ടാഗ് ആപ്ലിക്കേഷൻ എടുക്കുക. അത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ റെഡ് സിബിൽ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷൻ എടുത്തിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ടാഗുകളോ കീവേഡ്സോ എടുക്കുക. ഇതിപ്പോ നമ്മൾ ഓൺ വീഡിയോ ആണെങ്കിൽ കുറെ ടാഗുകൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ കീവേഡ്സ് തന്നെയാണ് ടാഗുകൾ. അപ്പം ടാഗുകൾ അത് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ പെട്ടെന്ന് അത് അങ്ങനെ ടാഗുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കീവേഡ്സ് അല്ലെങ്കിൽ ടാഗുകൾ കൊടുക്കുകയാണ്. ഇനിയും എത്ര ടാഗുകൾ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഞാനിപ്പം എത്ര ടാഗുകളോ നിലവിൽ എനിക്ക് കിട്ടിയുള്ളൂ. ഇപ്പൊ ഞാനിത് ചെയ്തേക്കുന്നത് ലാംഗ്വേജ് മലയാളത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ലാംഗ്വേജ് ഞാൻ മലയാളമൊക്കെ കൊടുക്കുന്നു. റെക്കോർഡഡ് ഡേറ്റ് നമുക്ക് റെക്കോർഡഡ് ഡേറ്റും അല്ലെങ്കിൽ വീഡിയോ ലൊക്കേഷനും നമുക്ക് വേണമെങ്കിൽ കൊടുക്കുന്നതാണ്. അത് ഒരിക്കലും നിർബന്ധമുള്ള കാര്യങ്ങളല്ല. പിന്നെ ലൈസൻസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മളത് ഓൾറെഡി ഡിഫോൾട്ടായിട്ട് തന്നെ സ്റ്റാൻഡേർഡ് യൂട്യൂബ് ലൈസൻസ് നടക്കും. അത് നമ്മുടെ ഓൺ വീഡിയോ ചെയ്യുകയാണെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വീഡിയോകൾ നമ്മൾ എഡിറ്റ് ചെയ്തോ ഒക്കെ ആയിട്ടുള്ള നമ്മുടെ സ്വന്തം വീഡിയോ ചെയ്യുകയാണെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാവുള്ളൂ. കോപ്പിറൈറ്റ് ഉള്ള വീഡിയോസ് അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ഒരാളുടെ വീഡിയോ എടുത്തിട്ട് നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് കോപ്പിറൈറ്റ് ഇഷ്യൂ ഇല്ലാതെ ചെയ്യുമ്പോൾ ക്രിയേറ്റീവ് കോമൺസിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇതിപ്പോൾ നമ്മുടെ ഓൺ വീഡിയോ ആയതുകൊണ്ട് സ്റ്റാൻഡേർഡ് യൂട്യൂബ് ലൈസൻസ് കൊടുക്കുന്നു. ഇത് ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് കാറ്റഗറി. അതുകൊണ്ട് നമുക്ക് എഡ്യൂക്കേഷൻ നമുക്ക് കൊടുക്കാം. കമന്റ്സ് അലോ ആക്കി എടുക്കുന്നതാണ് നല്ലത്. അത് അവരുടെ പേഴ്സണൽ ഇഷ്ടം പോലെയാണ്. ചിലപ്പോൾ അത് കമന്റ്സ് വേണമെങ്കിൽ അത് ഹോൾഡ് ചെയ്ത് വെക്കാം. വീഡിയോ എലമെന്റ്സ്, അതായത് നിലവിൽ നമ്മുടെ വീഡിയോയുടെ പുറമെ വേറൊരു വീഡിയോ നമുക്ക് സജസ്റ്റ് ചെയ്യപ്പെടണമെങ്കിൽ നമ്മൾ പെടണമെങ്കിലും ഒക്കെ നമുക്ക് കൊടുക്കണം. ഇവിടെ നിലവിൽ ഈ ആഡ് ആൻഡ് എൻഡ് സ്ക്രീൻ അത് ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മുടെ വീഡിയോയുടെ ചാനൽ ലോഗോ അല്ലെങ്കിൽ വീഡിയോ എങ്ങനെ നമുക്ക് വരണം, ഏത് രീതി വരണം, അല്ലെങ്കിൽ ഇതിപ്പോ ചാനലിന്റെ ലോഗോ എവിടെയുണ്ട്, പിന്നെ വീഡിയോ എങ്ങനെ വ്യൂ ചെയ്യുന്നു, പെർഫെക്റ്റ് വ്യൂസ് ഒക്കെയാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ചാനലിന്റെ ലോഗോ നമുക്ക് ഇഷ്ടമുള്ള ടൈമിൽ നമുക്ക് കൊടുക്കാം. ഇപ്പം ലാസ്റ്റ് 27 സെക്കൻഡ്സ് ഈ ചാനൽ ലോഗോ എനേബിൾ ആയിട്ട് കാണാം, അത് വിസിബിൾ ആയിട്ട് കാണാം. കാരണം ആ ലോഗോയിൽ നമുക്ക് അത് കൂടുതലായി നമ്മുടെ ചാനലിനെ പ്രൊമോട്ട് ചെയ്യാം. ചിലപ്പോൾ അത് 27 സെക്കൻഡ്സ് വരണമെന്നില്ല. അത് യൂട്യൂബിന്റെ പ്രകാരം ചില വീഡിയോസിന് ആ സെക്കൻഡ്സുകൾ മാറ്റാം. അത്ര സെക്കൻഡ്സ് ഇപ്പൊ ചെറിയ വീഡിയോ ആയതുകൊണ്ട് അത്ര സെക്കൻഡ്സ് എടുത്തില്ല. ഇപ്പം 27 സെക്കൻഡ്സ് എന്നുള്ള കൊടുത്ത് 20 സെക്കൻഡ്സ് ആയി.
ഇത് വേറൊരു വീഡിയോ ഉണ്ടെങ്കിൽ നമുക്ക് ആ വീഡിയോ സജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ നിലവിലൊന്നുമില്ല. നമ്മളത് പബ്ലിഷ് ആക്കി കൊടുക്കുന്നു. ഇനിയിപ്പോൾ വേറെ ടൈം നമ്മൾ പബ്ലിഷ് ചെയ്യണമെങ്കിൽ ആ ടൈമിലേക്ക് നമുക്ക് അത് മാറ്റി കൊടുക്കുന്നു. ഷെഡ്യൂൾ നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ നമുക്ക് അതിന്റെ ആവശ്യമില്ല. അപ്പൊ നമ്മൾ പബ്ലിഷ് ആയിട്ട് കൊടുക്കുന്നു. ഇങ്ങനെയാണ് നമുക്കൊരു യൂട്യൂബിലൊരു വീഡിയോ നമുക്ക് നോർമലായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നോർമലായിട്ട് പ്രൊഫഷണലായിട്ടും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് കൂടുതലായിട്ടുള്ളൊരു വീഡിയോ കുറച്ച് പ്രൊമോട്ട് ചെയ്യപ്പെടാൻ സാധ്യതയുള്ളൂ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.